37 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിൾ എല്ലാവരും തുറന്ന് റോമാലേഖനം 8 37 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. റോമർ 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ പോകുന്ന വാക്യം റോമർ 8:37 ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ ഇന്ന് ഈ വാക്യം വായിച്ചെങ്കിലും നമ്മൾ ഇന്നുകൊണ്ട് ഈ ക്ലാസ് അവസാനിക്കത്തില്ല. കാരണം റോമാലേഖനം 8 നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുകയാണ്. റോമാലേഖനത്തിന്റെ ഒരു പഠനമല്ല, 8 മാത്രമുള്ള ഒരു പഠനമാണ്. അതിനാധാരമായി നമ്മൾ ആ വാക്യം വായിച്ചു എങ്കിലും ആ വാക്യത്തിലേക്ക് നമ്മൾ വരും. ഇന്ന് വരാൻ സാധ്യത കുറവാണ്. നാളെ ദൈവാനുവദിച്ചാൽ നമ്മളതിലേക്ക് വരും. നാളെ എനിക്ക് സമയം കിട്ടുന്നില്ലേ, മറ്റൊരു ദിവസം എപ്പോഴാപ്പോഴത്തേക്ക് ഇത് വരും. സ്തോത്രം. റോമാലേഖനം 8 അതിപ്രധാനപ്പെട്ട വിഷയം നമ്മളൊന്ന് പരിശോധിച്ചാൽ 39 വാക്യങ്ങളുണ്ട് ഈ റോമാലേഖനം 8 ഈ 8 നിരവധി വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ ആ നിരവധി വിഷയങ്ങളും കൂടെ ചേർത്തിണക്കിയാൽ റോമാലേഖനം 8 പ്രതിപാദിച്ചിരിക്കുന്ന നിരവധി വിഷയങ്ങളും കൂടെ നമ്മൾ ചേർത്ത് കോർത്തിണക്കിയാൽ ഒറ്റ വിഷയത്തിലേക്ക് വരും. ആ വിഷയം ദൈവസ്നേഹം എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടുത്തെ റോമർ 8 കോമൺ ടൈറ്റിലാണ് ദൈവ സ്നേഹം എന്നുള്ള വിഷയം. നമുക്ക് ദൈവസ്നേഹം എന്നുള്ള വിഷയത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ദൈവസ്നേഹം എന്നുള്ള വിഷയത്തെ രണ്ടായി തിരിക്കാം. ഒന്ന്, നമ്മെ സ്നേഹിച്ച കർത്താവ്. അതാണല്ലോ നമ്മളിപ്പോ വായിച്ച കുറുവാക്യം 8:37. എന്താണ്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അങ്ങനല്ലേ ആ വാക്യം? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അപ്പോൾ ദൈവസ്നേഹം എന്നുള്ള റോമർ 8 പ്രധാനപ്പെട്ട കോമൺ ടൈറ്റിലിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് നമ്മെ സ്നേഹിച്ച കർത്താവ്. രണ്ടാമത്തേത് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ളതാണ്. അതും നമുക്ക് 8 28 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ 2 വാക്യങ്ങൾ മാത്രമല്ല, ഞാൻ എക്സാമ്പിളായി ഓരോ വാക്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ റോമാലേഖനം 8 വിവിധ വിഷയങ്ങളെ കോർത്തിണക്കി നാം ഒരു ടൈറ്റിലേക്ക് വന്നു, ദൈവ സ്നേഹം. ആ ദൈവസ്നേഹത്തെ നമ്മൾ രണ്ടായി തിരിക്കുമ്പോൾ അതിലൊന്ന് നമ്മെ സ്നേഹിച്ച കർത്താവ്, 2 ദൈവത്തെ സ്നേഹിച്ച നാം അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ. കൂടാതെ നമ്മൾ ഈ റോമാലേഖനം 8 ദൈവസ്നേഹത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. നിരവധി പരാമർശങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ചുണ്ട്. ദൈവസ്നേഹം ത്യാഗപരമാണെന്നും ദൈവസ്നേഹം നിസ്വാർത്ഥമാണെന്നും ദൈവസ്നേഹം മഹാസ്നേഹമാണെന്നും ദൈവസ്നേഹം ആഴമേറിയ സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന നിരവധി പരാമർശങ്ങൾ നമുക്ക്
റോമാലേഖനത്തിൽ കാണാൻ കഴിയുന്നു. 8-ാം അധ്യായത്തിലും ചില പരാമർശങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. കൂടാതെ ദൈവസ്നേഹം നിമിത്തം നമുക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ചും റോമാലേഖനത്തിലും പറയുന്നുണ്ട്, പൗലോസിന്റെ ഇതര ലേഖനങ്ങളിലൊക്കെ പറയുന്നു. ദൈവസ്നേഹം നിമിത്തം നമുക്ക് ലഭിച്ച നന്മകളെ കുറിച്ച്. അതിൽ ദൈവസ്നേഹം നിമിത്തം നമുക്ക് ലഭിച്ച ആദ്യത്തെ നന്മ എന്താണ്? സ്തോത്രം. ആദ്യത്തെ നന്മ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, പുത്രത്വമാണ്. എന്താണ് അതിന്റെ തെളിവ്? 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാൺമീൻ. എന്താണ് അവിടെ പറയുന്നത്? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവസ്നേഹം നിമിത്തം നമുക്ക് ലഭിച്ച ആദ്യത്തെ നന്മ ദൈവമക്കൾ എന്നുള്ള പദവിയാണ്, അല്ലെങ്കിൽ പുത്രത്വമാണ്. അതാ ഞാൻ പറഞ്ഞത്, ദൈവസ്നേഹം നിമിത്തം നമുക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട്. ആ ത്യാഗപൂർണമായ, നിസ്വാർത്ഥമായ, മഹാസ്നേഹം എന്ന് വിളിക്കപ്പെടുന്ന ആഴമേറിയ ദൈവസ്നേഹ നിമിത്തം നമുക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചതിൽ ആദ്യത്തേതാണ് ദൈവമക്കൾ. ഇനി രണ്ടാമത്തേത് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, പാപികളെ ദൈവത്തോട് നിരപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ദൈവസ്നേഹത്തിലൂടെ ലഭിച്ച നന്മ. പാപികളെ നീതീകരിച്ചു എന്നുള്ളതാണ് മൂന്നാമത് ദൈവസ്നേഹത്തിലൂടെ ലഭിച്ച നന്മ. പാപികളെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് നാലാമത് ദൈവസ്നേഹത്തിലൂടെ ലഭിച്ച നന്മ. 5, പാപികൾക്ക് നിത്യജീവൻ കൊടുത്തു എന്നുള്ളതാണ് അഞ്ചാമത് ദൈവസ്നേഹത്തിലൂടെ ലഭിച്ച നന്മ. എന്നാൽ ബാലശിക്ഷയിലൂടെ നമ്മെ ഓരോരുത്തരെയും അവൻ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതും ആ ദൈവസ്നേഹത്തിന്റെ ആറാമത്തെ നന്മയിൽ ഒന്നാണ്. കൂടാതെ ജയജീവിതത്തിനു വേണ്ടി നമ്മെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിച്ച കുറുവാക്യത്തിലൂടെ, റോമർ 8:37 ദൈവം നമുക്ക് നൽകിയ അവന്റെ സ്നേഹത്തിന്റെ നന്മയായി നമുക്ക്, ഏഴാമത്തെ നന്മയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ദൈവസ്നേഹം നിമിത്തം നമുക്ക് ഒത്തിരി നന്മകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയില്, ഇന്ന് പകലും നാളെയൊക്കെ ആയിട്ട് യൂട്യൂബിലൂടെ ഒക്കെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ദൈവത്തെ അധരം തുറന്ന് മഹത്വപ്പെടുത്താനും വേറെ ഒന്നും വേണ്ട. അവന്റെ സ്നേഹം നിമിത്തം, നിസ്വാർത്ഥമായ, ത്യാഗമായ, മഹാസ്നേഹം നിമിത്തം, ആഴമേറിയ സ്നേഹം നിമിത്തം നമുക്ക് ലഭിച്ച ചില നന്മകളാണ് ഇന്ന് പകലും നമ്മെ ഈ യോഗത്തിൽ കൊണ്ടുവന്ന് ബലത്തോടെ ഇരുത്തിയത്. ഈ നന്മ ലഭിക്കാത്ത, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഈ നന്മ ലഭിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റും ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ നടക്കുമ്പോൾ, ആ മഹാസ്നേഹത്തിന്റെ നന്മ ലഭിച്ചവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരാൻ ശ്രമിക്കുകയാണ് ഞാൻ. സ്തോത്രം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മോർ ദാൻ കോൺകറർ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. മോർ ദാൻ കോൺകറർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് ചോദിക്കാൻ വളരെ ഈസി ആയിട്ട് ബൈബിൾ ചിന്തിക്കുന്നവർക്ക് ചോദിക്കാൻ കഴിയും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു എന്നല്ല പറഞ്ഞത്, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ ഏതിലാണ് നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മൾ ഈ സന്ദേശത്തിന്റെ അവസാനം ആ ഭാഗത്തേക്ക് വരും. ചിലപ്പോൾ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം. സ്തോത്രം. അതിനു മുമ്പ് റോമാലേഖനത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. സ്തോത്രം.
അത് പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാൻ കഴിയും. സ്തോത്രം. റോമാലേഖനത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ, സ്തോത്രം, 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ വെളിപ്പാടാണ് കാണുന്നത്. റെവലേഷൻ ഓഫ് ഗാഡ്. റോമാലേഖനം 1-ൽ ദൈവത്തിന്റെ വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വെളിപ്പെട്ട ദൈവത്തെ ദൈവം വെളിപ്പെടുത്തിയ അതേ നിലയിൽ മനുഷ്യന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ പോയത് നിമിത്തം മനുഷ്യൻ ന്യായവിധിക്ക് യോഗ്യനാകുന്നതിന്റെ ഒരു ചിത്രമാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ന്യായവിധിയിൽ കഴിയുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നതായിട്ടാണ് 3-ാം അധ്യായം. അതായത് ഒറ്റ വാക്കി പറഞ്ഞ സാൽവേഷനാണ് 3-ാം അധ്യായം. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുക മാത്രമല്ല, മനുഷ്യനെ നീതീകരിക്കുന്നതാണ് നാം വളരെ വ്യക്തമായി കാണുന്നത് അടുത്ത അധ്യായത്തിൽ. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം തന്റെ വെളിപ്പെടുത്തൽ, 2-ാം അധ്യായത്തിൽ ന്യായവിധിക്ക് യോഗ്യനാകുന്ന മനുഷ്യൻ, 3-ാം അധ്യായത്തിൽ മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതി സാൽവേഷൻ, 4-ാം അധ്യായത്തിൽ രക്ഷിക്കുക മാത്രമല്ല മനുഷ്യനെ നീതീകരിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. സ്തോത്രം. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവം മനുഷ്യനെ നീതീകരിക്കുക മാത്രമല്ല മനുഷ്യനെ നിരപ്പിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മെ നിരപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതായി 6-ാം അധ്യായത്തിൽ കാണുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ദൈവം നമുക്ക് വലിയ സ്വാതന്ത്ര്യം, ലിബറേഷൻ നൽകിയതായി, വലിയ സ്വാതന്ത്ര്യം നൽകുന്നതായി കാണും. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം നമ്മെ മഹത്വീകരിക്കുന്നതായി കാണും. സ്തോത്രം. 9, 10, 11 അധ്യായങ്ങൾ, 3 പദങ്ങൾ കൊണ്ട് ഞാൻ അധ്യായങ്ങളെ തിരിക്കാം. ചാപ്റ്റർ 9, 10, 11. 3 വാക്കുകൾ. 1 ഇലക്ഷൻ, 2 റിജക്ഷൻ, 3 റിസപ്ഷൻ. ഈ 3 വാക്കുകളാണ് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പ്. 2 റിജക്ഷൻ, ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞത്. 3 റിസപ്ഷൻ, ഇസ്രായേലിനെ വീണ്ടും ദൈവം തിരിച്ച് എടുക്കുന്നത്. സ്തോത്രം. ഇതാണ് ഈ 3 അധ്യായങ്ങളിൽ കാണുന്നത്. എന്നാൽ റോമാലേഖനം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ പ്രായോഗികമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് വിഷയം. അനുരൂപപ്പെടുക അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക, അനുരൂപരാകുക എന്നുള്ളതാണ് വിഷയം. റോമാലേഖനം 13-ലേക്ക് വരുമ്പോൾ സബ്ജക്ഷൻ എന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് വിധേയമാകുന്ന, കീഴ്പ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. റോമാലേഖനം 14-ലേക്ക് വരുമ്പോൾ കൺസിഡറേഷൻ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. റോമാലേഖനം 15-ലേക്ക് വരുമ്പോൾ എക്സംപ്ലിക്കേഷൻ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. സ്തോത്രം. റോമാലേഖനം 16-ലേക്ക് വരുമ്പം കൺക്ലൂഷനാണ്, ഉപസംഹാരമാണ്, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ, ചില ആളുകൾക്കുള്ള വന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ഉപസംഹരിക്കുന്നതാണ് വിഷയം. ഇങ്ങനെയാണ് റോമാലേഖനത്തിന്റെ ഒരു ഔട്ട്ലൈൻ കിടക്കുന്നത്. ഇതിൽ നമ്മൾ 8-ാം അധ്യായം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ഈ ലേഖനത്തിന്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റോമാലേഖനത്തെ കുറിച്ചുള്ള ഒരു ചിന്തകൻ പറഞ്ഞ അഭിപ്രായം ഞാൻ ഈ പഠനത്തിൽ ഒന്ന് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, റോമാലേഖനം ഒരു വജ്രമോതിരമാണെങ്കിൽ, റോമാലേഖനം ഒരു വജ്രമോതിരമാണെങ്കിൽ ആ മോതിരത്തിലെ ആ വജ്രമോതിരത്തിലെ വജ്രക്കല്ലാണ് റോമാലേഖന 8-ാം അധ്യായം. അത് ഈ അധ്യായത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. റോമാലേഖനം ഒരു വജ്രമോതിരമാണെങ്കിൽ ആ മോതിരത്തിൽ പതിപ്പിച്ചിരിക്കുന്ന വജ്രക്കല്ലിനോടാണ് റോമാലേഖനം 8-ാം അധ്യായത്തെ ഉപമിക്കുന്നത്. സ്തോത്രം.
ഇനി അത് മാത്രമല്ല, റോമാലേഖന 8 മറ്റൊരു പ്രത്യേകത, ഈ റോമാലേഖന 8 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സുവിശേഷമാണ് ഈ 8 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സുവിശേഷമാണ് ഈ 8 എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു അധ്യായം റോമാലേഖന 8 പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്ന് ഈ റോമാലേഖന 8 വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു ദൈവവേദലുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ആ ബന്ധം, അതിന്റെ ദൃഢത വെളിപ്പെടുത്തുന്ന അധ്യായമാണ് റോമർ 8. നമുക്ക് ഈ അധ്യായത്തെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട 5 നിലകളിൽ ഈ അധ്യായത്തെ വിഭജിച്ച് പഠിക്കാം. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് ഈ അധ്യായത്തെ 5 നിലകളിൽ നമുക്ക് വിഭജിച്ച് പഠിക്കാം. ഒന്ന്, റോമാലേഖനം 8 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനത്തിന്റെ 8 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ജീവനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ജീവന്റെ പ്രാധാന്യം, വലിപ്പം, ഇതൊക്കെയാണ് അവിടെ വിശദീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ജീവൻ. ഇനി റോമാലേഖനത്തിന്റെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള 2ാമത്തെ വിഭജനം 8 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ആ സ്വാതന്ത്ര്യം എന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കി പോകുന്നില്ല. നമ്മൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് നോക്കി പോകും. പിന്നാലെ ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷനുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. 8 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ടുള്ള 3ാമത്തെ വിഭജനം 8 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രത്യാശയാണ് അവിടുത്തെ വിഷയം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രത്യാശ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് പ്രചോദനങ്ങൾ നൽകിത്തരും. നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനങ്ങൾ നൽകിത്തരും. ആ പ്രചോദനം പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നതിന്റെ ഏറ്റവും ഹൈഹസ്റ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട 4ാമത്തെ വിഭജനം 8 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 8 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് ഓഫ് ഹോളി ഗോസ്റ്റ്, ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ. അത് 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന റോമർ 8-ലെ 5-ാമത്തെ വിഭജനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പകർന്നിരിക്കുന്ന ആ സ്നേഹം, അപ്പോൾ 5 നിലകളിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നാം ഈ 8-ാം അധ്യായം റോമർ 8-നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷമാണ് ഈ 8-ാം അധ്യായം എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിന്റെ ആഴമേറിയ മേഖലകളാണ് ഈ 8-ാം അധ്യായത്തിലൂടെ പൗലോസ് വെളിപ്പെടുന്നത്. അതിൽ പരിശുദ്ധാത്മാവിന്റെ 5 തലങ്ങൾ നാം കണ്ടു. ഒന്ന്, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ജീവൻ, ആ ജീവന്റെ വലുപ്പവും പ്രാധാന്യമൊക്കെ നാം കണ്ടു. 2, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം. 3, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ. 4, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ. 5, പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് പകരപ്പെടുന്ന സ്തോത്രം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പകരുന്ന ദൈവസ്നേഹം. ഈ 5 വിഭജനം തന്നെ മതി പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ടുപോകാൻ. സ്തോത്രം. എനിക്ക് ആ 5-ാമത്തെ പോയിന്റ് കുറച്ചേറെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ പകരുന്ന ആ സ്നേഹം. ഇത് സ്ഥാപിക്കാൻ നമുക്ക് മറ്റൊരു വാക്യം കൂടെ റോമാലേഖനത്തിൽ തന്നെ ഉണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ വാക്യവും ഈ വിഷയത്തിന് കുറച്ചേറെ ബലം നൽകുന്ന ഭാഗമാണ്. പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിന്റെ ത്യാഗപൂർണമായ, നിസ്വാർത്ഥമായ, മഹാസ്നേഹമായ, ആഴമേറിയ സ്നേഹമായ ആ സ്നേഹം നമ്മിൽ പകരപ്പെടുന്നത് ഒറ്റ ചാലകത്തിലൂടാണ്, പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. അപ്പോൾ എന്താണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം? പരിശുദ്ധാത്മാവിന്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി നിമിത്തം, നമ്മുടെ ഏതെങ്കിലും ജഡത്തിന്റെ പ്രവൃത്തി നിമിത്തം ഒരു കോട്ടം തട്ടിയാൽ നമ്മിലേക്ക് പകരപ്പെടുന്ന ദൈവസ്നേഹത്തിന് വിഘാതം സംഭവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ആളുകളിലും ദൈവസ്നേഹം കാണാത്തതിന്റെ ഒരു പ്രധാന വിഷയം ഇതാണ്. കാരണം ദൈവസ്നേഹം ഒരാളുടെ ഹൃദയത്തിലേക്ക് പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ഒരു കോട്ടം തട്ടിക്കഴിഞ്ഞാൽ നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടേണ്ട ദൈവസ്നേഹത്തിന് വിഘാതമുണ്ടാകും. പെന്തക്കോസ്തുകാരിൽ പലർക്കും വേദപുസ്തകം അരച്ച് കലക്കി കുടിച്ചിരിക്കുക, പക്ഷെ ദൈവ സ്നേഹം പലരിലും കാണുന്നില്ല. ഇന്നൊരു ഭിക്ഷക്കാര് പോലും ബഥേൽ ഭവനമെന്ന് ഗേറ്റിൽ എഴുതിയിട്ടുണ്ട്, കയറുകയല്ല. കാരണം അവൻ അറിയാം അവിടെ കയറിയാൽ ഒരു 5 രൂപ തൊട്ടിനപ്പുറത്തോട്ട് ഒന്നും കിട്ടുകയില്ല. പല ആളുകളും ശരിക്കും യാക്കോബിന്റെ ലേഖനം പെന്തക്കോസ്തുകാരൊക്കെ വായിച്ചിരിക്കണം എന്നുള്ളതാണ് ഞാൻ
മനസ്സിലാക്കുക. വാക്കിനാലല്ല, നമ്മുടെ പ്രവൃത്തിയാൽ വേണം നാം നമ്മുടെ സ്നേഹം വെളിപ്പെടുത്താൻ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണുകയില്ല കൊടുത്ത് സഹായിക്കാൻ, പക്ഷെ നിങ്ങളുടെ ചില വാക്കുകൾ കൊടുക്കുന്നതിനേക്കാൾ ആശ്വാസം ചിലരുടെ ഹൃദയങ്ങളിൽ പകരപ്പെടാം. ഇനി കൊടുക്കാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചാൽ അത് കപടതയ്ക്ക് തുല്യമാണ്. ഈ കഴിഞ്ഞിടെ ഞാൻ വാട്സാപ്പിലാന്ന് തോന്നുന്നു ആരോ അയച്ച ഒരു സ്റ്റിക്കർ കണ്ടതാ. ഒരു വിശ്വാസിയോട് ഒരു സങ്കടം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ഈ ടൈമിന് ഫീസ് കൊടുത്തില്ല എന്ന ഒരു സങ്കടം പറഞ്ഞാൽ, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ കൊണ്ട് ഒരു ഉപകാരവും നിനക്കുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് എന്നാണ് ഞാൻ കണ്ടത്. എനിക്കത് എക്സാക്ട് ശരിയാണെന്ന് തോന്നിപ്പോയി. പ്രാർത്ഥിച്ചോളാം ബ്രദറെ എന്ന് പറഞ്ഞ തെറ്റല്ല, പക്ഷേ നിന്റെ അലമാരിയിലും കയ്യിലും ഉണ്ടായിരിക്കെ അത് കൊടുത്ത് അവന്റെ ഹൃദയം തണുപ്പിച്ചിട്ടാണ് നീ ഇത് പറയുന്നെങ്കിൽ ആ പദം വളരെ ഗൗരവമുള്ളതാണ്. ഞാനിപ്പോ അത്രയൊക്കെ പറയുന്നുള്ളൂ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രേ ഉള്ളൂ. ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടാകാത്തതിന്റെ കാരണം നിങ്ങളിൽ ദൈവസ്നേഹം പകരുന്ന പരിശുദ്ധാത്മാവിന് എവിടെയോ ഒരു കോട്ടം പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വരണ്ട മരുഭൂമിക്ക് തുല്യമാകും. ദൈവസ്നേഹമില്ലാത്ത വരണ്ട മരുഭൂമിക്ക് തുല്യമാകും എന്നുള്ളതാണ് ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒരു കണക്കിന് നിങ്ങൾ ഈ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൗലോസ് പറയുന്നുണ്ടല്ലോ കൂടെ കൂടെ എന്താ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൗലോസ് തന്റെ മറ്റ് ഇതര ലേഖനങ്ങളിൽ പറയുന്നത് എന്തിനാണ്? സ്തോത്രം. പറയുന്നത് ഇതുവഴിയൊക്കെ നാം പരിശുദ്ധാത്മാവിന് കോട്ടം വരുത്തുകയാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുത്തരുത്, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആരാ ഇത് പറയുന്നത്? പുതുമനുഷ്യൻ, നമ്മിലെ പുതുമനുഷ്യനാണ് പറയുന്നത്, നമ്മിലെ പുതിയ സൃഷ്ടിയാണ് പറയുന്നത്. ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളിലെ പുതുമനുഷ്യൻ, പുതു സൃഷ്ടിക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനോ കെടുത്താനോ മറുതലിക്കാനോ കഴിയില്ല എന്ന് പറയണം. സ്തോത്രം. അഥവാ പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും ദുഃഖിപ്പിക്കുകയോ കെടുത്തുകയോ മറുതലിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കുള്ള ദൈവസ്നേഹത്തിന്റെ പകർച്ചയുടെ മേഖലകൾക്ക് വിഘാതമുണ്ടാകുമെന്നുള്ളത് ഓർത്തുകൊള്ളുക. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം തികഞ്ഞു വരണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. എനിക്കൊന്ന് പൗലോസിന്റെ ഏതൊരു പ്രാർത്ഥനയിൽ പൗലോസ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം തികഞ്ഞു വരണം. അട്ടെ, എങ്ങനെയാണ്, എപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം തികഞ്ഞു വരുന്നത്? നമ്മുടെ ഉള്ളിലെ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നാം പൂർണ്ണമായും വിധേയപ്പെടുമ്പോൾ, എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുന്നത്.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് നാം പൂർണ്ണമായും വിധേയപ്പെടുകയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് എന്തു പറഞ്ഞാലും നാം അത് പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്നത്. സ്തോത്രം. ഇവിടെ പല ആളുകൾക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ വിധേയപ്പെടുന്നത്. സ്തോത്രം. നമ്മള് ഈ റോമാലേഖന 8-ാം അധ്യായത്തെ കുറച്ചും കൂടെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ മാക്സിമം ഡേറ്റാസ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താ ഞാൻ ഇത്രയും പറയുന്നില്ലേ. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒന്നും പറയുകയല്ല. സ്തോത്രം. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ ഒരല്പം കൂടെ ഒരു വിശകലനം നടത്തി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വിശകലനം നടത്തി നമ്മൾ പഠിച്ചാൽ, സ്തോത്രം, ഈ 39 വാക്യങ്ങളിൽ നിന്ന് കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. സ്തോത്രം. എന്താണ് ആ പുതിയ കാര്യങ്ങൾ? റോമാലേഖന 8-ാം അധ്യായത്തെ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്കൊരു കുറച്ച് കൂടെ പുതിയ കാര്യങ്ങൾ കിട്ടും. എന്താണ് ആ പുതിയ കാര്യങ്ങൾ? ഒന്ന്, 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കാണുന്ന ഒന്നാമത്തെ പുതിയ കാര്യം ന്യൂ പൊസിഷൻ എന്നുള്ളതാണ്. ന്യൂ പൊസിഷൻ, പുതിയ ഒരു സ്ഥാനം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് പലപ്പോഴും പുതിയ സ്ഥാനത്തിരുന്നോണ്ട് പഴയ സ്ഥാനത്തെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളുകളാ വിശ്വാസികളിൽ ഭൂരിഭാഗം. നമ്മൾ ഇരിക്കുന്നത് പുതിയ സ്ഥാനത്താ, പക്ഷെ പറയുന്ന മൊത്തം എന്താണെന്നറിയോ? പഴയ കാര്യങ്ങളാ, പഴയ സ്ഥാനത്തെ കാര്യങ്ങളാ. ഏതാ പഴയത്? ന്യായപ്രമാണം. ഏതാ പുതിയത്? കൃപയുടെ പ്രമാണം. കൃപയുടെ പ്രമാണം എന്ന പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്, പക്ഷെ പറയുന്ന മുഴുവൻ, സംസാരിക്കുന്നത് മുഴുവൻ വാതോരാതെ ഏതിനെ കുറിച്ചാ? പഴയതിനെ കുറിച്ചാ. റോമാലേഖനം 5-1 എന്താണ് സൂചിപ്പിക്കുന്നത്? റോമർ 5-1 പറയുന്നത് നാം നിൽക്കുന്ന ദൈവകൃപയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റോമർ 5 വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്കെന്ന്. റോമർ 5:2. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പൊ നാം നിൽക്കുന്ന ഈ കൃപ ഏതാണ്? നാം നിൽക്കുന്ന ഈ കൃപ പുതിയ നിയമത്തിന്റെ പ്രമാണമാണ്. ആ പുതിയ നിയമത്തിന്റെ പ്രമാണമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഒരു പുതിയ പൊസിഷനിൽ, ഒരു പുതിയ പ്രമാണത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് പഴയ പ്രമാണത്തിന് അധീനരായി ജീവിക്കരുത് എന്നുള്ളതാണ് ഈ ഭാഗത്തൂത് പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പുതിയ കാര്യം, 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ന്യൂ നേച്ചർ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ന്യൂ നേച്ചർ.
പുതിയ പ്രകൃതി. എന്താണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്? 103 സങ്കീർത്തനം 14 വാക്യത്തിൽ സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നീ എന്റെ പ്രകൃതി അറിയുന്നുവല്ലോ. നമ്മൾ ഈ വാക്യം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലായിടത്തും ഉപയോഗിക്കും. പ്രാർത്ഥിക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഉറക്കം വന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേറ്റിട്ട് പറയുക, കർത്താവേ, നീ എന്റെ പ്രകൃതി അറിയുന്നല്ലോ. നമ്മൾ ഈ വാക്യം ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാക്യമാണ്. പക്ഷേ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ, ആ പദം ശ്രദ്ധിച്ചോണം, ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എന്റെ പ്രകൃതി അറിയുന്നുവല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, എന്താ റോമാലേഖനം 8 അധ്യായം. നമ്മുടെ പ്രകൃതി അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന അധ്യായമാണ് റോമർ 8. ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ 8 അധ്യായത്തിന് 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ കാണാം. നമ്മള് സമയം കിട്ടിയാൽ നമുക്കതിലേക്ക് വരാം. എന്റെ മുഖ്യ വിഷയം നമ്മളെ 8 അധ്യായത്തിന്റെ കുറുവാക്യമാണ്. നമ്മൾ വായിച്ച കുറുവാക്യം മറന്നു പോകരുത്. സ്തോത്രം. അതാണ് എന്റെ മുഖ്യ വിഷയം. എങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ട ചില കാര്യങ്ങളിലൊക്കെ കൊടുത്തു പോകണം. അത് ഞാൻ കൊടുത്തു പോകും. സ്തോത്രം. 8:37 വരാനുള്ള ധൃതിയാണ് ഞാൻ കാണിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. അപ്പോൾ എന്റെ പ്രകൃതി അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് റോമാലേഖനം 8 അധ്യായം. അതിന്റെ പേരാണ് കൃപയുടെ പ്രമാണം. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിന് നമ്മോടുള്ള ഇടപെടലും പുതിയ നിയമത്തിലെ ദൈവത്തിന് നമ്മോടുള്ള ഇടപെടലും വ്യത്യസ്തമാണെന്നാണ് പറഞ്ഞത്. പഴയ നിയമത്തിലെ നമ്മുടെ പ്രകൃതി അല്ല പുതിയ നിയമത്തിലെ കൃപയുടെ പ്രമാണത്തിലെ നമ്മുടെ പ്രകൃതി, സംതിങ് ഡിഫറെന്റ്. അപ്പോൾ രണ്ട് സ്ഥലത്തുമുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ വ്യത്യസ്തമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുതിയ കൃപയുടെ പ്രമാണത്തിൽ നിൽക്കുന്ന നമ്മോട് നമ്മുടെ പുതിയ പ്രകൃതി അറിഞ്ഞുകൊണ്ട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് റോമർ 8 വിശദീകരിക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളും ന്യായപ്രമാണ കാലഘട്ടത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു, ദൈവം എങ്ങനെ പ്രതികരിച്ചു, ദൈവത്തോട് എങ്ങനെ ജനം തിരിച്ചു പ്രതികരിച്ചു, സ്തോത്രം, ഇതൊക്കെ ഇന്നും കൃപയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഇതും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. സ്തോത്രം. എന്നാൽ ന്യായപ്രമാണ കാലത്തിൽ ദൈവം ജനത്തോട് ഇടപെട്ട രീതിയും പ്രതികരിച്ച രീതിയും ജനം ദൈവത്തോട് പ്രതികരിച്ച രീതിയുമേ അല്ല ദൈവം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്, കൃപയുടെ പ്രമാണത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൃപയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവർ ന്യായപ്രമാണത്തിൽ ദൈവം ജനത്തോട് ഇടപെട്ട രീതിയും ദൈവത്തിന്റെ പ്രതികരണവും അന്നത്തെ ജനത്തിന്റെ പ്രതികരണവും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. എന്താ കാരണം? പൗലോസ് പറഞ്ഞു, അയ്യോ, നാം കൃപയ്ക്കത്ര അധീനർ എന്നാണ് പൗലോസ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ന്യായപ്രമാണത്തെക്കാൾ ഒരു അല്പം കൂടെ കട്ടി കൂടിയ പ്രമാണമാണ് കൃപയുടെ പ്രമാണം. അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. ന്യായപ്രമാണത്തെക്കാൾ അല്പം, ന്യായപ്രമാണം എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതിനേക്കാൾ അല്പം കൂടെ കട്ടുകൂടിയ പ്രമാണമാണ് കൃപയുടെ പ്രമാണം. പക്ഷെ അത് കട്ടിയായിട്ട് നമുക്ക് തോന്നാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ എവിടെ വ്യാപരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. അപ്പൊ കട്ടുകൂടിയ കൃപയുടെ പ്രമാണത്തിന്റെ നടുവിലും ഒരു മടിയും കാണിക്കാതെ തന്റെ കൃപയെ വ്യാപരിപ്പിക്കുന്ന ഒരു മഹാദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. തന്റെ ക്രൂശുമരണത്തിലൂടെ, സ്തോത്രം,
നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ആ കൃപയുടെ ഒരു വലിയ വ്യാപാരം നമ്മിലേക്ക് പകരപ്പെടുന്നത് കൊണ്ടാണ് നാം ന്യായപ്രമാണത്തെക്കാൾ കട്ടിയുള്ള ആ കൃപയുടെ പ്രമാണത്തിന്റെ ഘനം പലപ്പോഴും അനുഭവിക്കാതിരിക്കുന്നത്. ന്യായപ്രമാണം എന്താ പറയുന്നത്? ന്യായപ്രമാണം പറയുന്നത് എനിക്ക് കഴിയില്ല, എനിക്ക് ശക്തിയില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് ന്യായപ്രമാണം പറയുന്നു. പക്ഷെ കൃപയുടെ പ്രമാണം പറയുന്നു ഞാൻ സകലത്തിനും മതിയായവനാണ്. എന്താ പൗലോസ് പറഞ്ഞത്? ന്യായപ്രമാണം കൊള്ളുകയില്ലെന്നും കഴിയത്തില്ലെന്നും പറ്റുകയില്ലെന്നും പറഞ്ഞ് നിന്നെ തളർത്താൻ നോക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, കൃപയുടെ പ്രമാണം എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായിരിക്കുകയാണ്. സ്തോത്രം. എന്താണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്? ഞാൻ അവരെക്കാൾ അധികം അധ്വാനിച്ചു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാട്ടിലും, ഞാൻ അവരെക്കാൾ എല്ലാവരെക്കാട്ടിലും ഞാൻ അധികം അധ്വാനിച്ചു. ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കല്ല, ഇതൊരു കൃപയുടെ വാക്കാണ്. എങ്ങനെയാ പൗലോസേ നീ അധികം അധ്വാനിച്ചത്? ശരീരത്തിൽ നീ ബലഹീനനല്ലേ? നിനക്ക് പരിമിതികളില്ലേ? നീ എങ്ങനെയാണ് അവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചത്? പൗലോസ് പറയുന്നത്, ഞാനല്ല അധ്വാനിച്ചത്, എന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ. സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ദൈവം കട്ടിയേറിയ ന്യായപ്രമാണത്തെ അതിനേക്കാൾ കട്ടിയുള്ള പുതിയ നിയമത്തിന്റെ കൃപയുടെ പ്രമാണം തന്നെങ്കിലും അത് ന്യായപ്രമാണത്തിൽ ഇത്രയും കട്ടിയായി നമുക്ക് ഫീൽ ചെയ്യാത്തത് അവൻ വ്യാപരിപ്പിക്കുന്ന കൃപയുടെ ബഹുത്വം നിമിത്തമാണെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവമക്കൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എപ്പോഴാണ് കൃപയുടെ പ്രമാണം തുടങ്ങിയത്? എപ്പോൾ അവസാനിക്കും? നമുക്കറിയാം, മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് നിത്യമായി ഇറങ്ങി വന്ന സമയം മുതൽ സഭാഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന കാലം വരെ ഈ കൃപയുടെ പ്രമാണം നമ്മുടെ ഇടയിൽ സംഭവിക്കുകയാണ്. കൃപയുടെ കാലം നമ്മുടെ ഇടയിൽ അത് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്തോത്രം. ഈ കൃപായുഗത്തിൽ ദൈവം തന്റെ ഹൃദയത്തിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഓടിച്ച് വിടട്ടെ. മൂന്നാമത്തെ പുതിയ കാര്യം വേഗം പറഞ്ഞു വിടാം. സ്തോത്രം. ഇനി എക്സ്പ്ലനേഷനുകൾക്ക് സമയമില്ല, ഓടിച്ചു പറഞ്ഞു വിടുക. മൂന്നാമത്തെ പുതിയ കാര്യം. സ്തോത്രം. 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ന്യൂ റിലേഷൻ, പുതിയ ബന്ധം. സ്തോത്രം. 4-ാമത്തെ പുതിയ കാര്യം 8-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ന്യൂ ഹോപ്പ്, അതായത് പുതിയ പ്രത്യാശ. നാം വായിക്കുന്നില്ലേ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കേട്ടിട്ടുള്ള നേരെ തിരിച്ച, കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ വളരെ ക്ലിയർ ആയി പറയുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യാശ ഏതാണ്? കൃപയുടെ ക്ലൈമാക്സ് ആണ് ആ പ്രത്യാശ. സ്തോത്രം. നോക്കിക്കേ, ഇനി 5-ാമത്തെ പുതിയ കാര്യം 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവിടെ നാം കാണുന്നു ന്യൂ ഹെൽപ്പ്, പുതിയ സഹായം. സ്തോത്രം. 6-ാമത്തെ പുതിയ കാര്യം 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ന്യൂ നോളജ്, പുതിയ അറിവ്. സ്തോത്രം. എന്താണ് ആ പുതിയ അറിവ്? എന്താണ് ആ പുതിയ അറിവ്? 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ആ പുതിയ അറിവിനെ കൊടുത്ത് പറയുന്നുണ്ട്. 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാവർക്കും വേണ്ടി ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് അല്ല ആ വാക്യം പറയുന്നത്. പിന്നെ ആർക്കു വേണ്ടിയാണ് ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആരാണ് ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ളതും ഈ 8-ാം അധ്യായം പറയുന്നുണ്ട്. അതൊരു ഹോംവർക്കാണ്, നിങ്ങൾ കണ്ടുപിടിച്ചു. ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് ഈ 8-ാം അധ്യായം പറയുന്നുണ്ട്. സ്തോത്രം. അതന്നെയാണ് ഇവിടെ പറയുന്നത്. എന്തോ സകലവും നന്മയ്ക്കായി കൂടി ഈ സകലവും എന്ന് പറയുന്ന അതൊരു പ്രധാന പ്രസംഗ വിഷയമായി വേണം എടുക്കാൻ കേട്ടോ. സകലവും, വേറെ സകലവും കൂടെ പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ. ഇവിടെ 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ നോക്കിയേ.
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും ഉണ്ടോ നമുക്ക് നൽകാതിരിക്കുമോ? അപ്പൊ ഇവിടെ ഒരു സകലമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താൽ നല്ലൊരു വിഷയമാണ്. ഇനി നമുക്ക് ഏഴാമത്തെ പുതിയ കാര്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ പുതിയ കാര്യം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ന്യൂ അഷുറൻസ്. ന്യൂ അഷുറൻസ്, പുതിയ ഉറപ്പ്. അപ്പോൾ അറിയുന്നു എന്നാണ് മുമ്പ് നമ്മൾ കേട്ടത്. 28-ാം വാക്യത്തിലൊക്കെ ഞാൻ വായിച്ചത് അറിയുന്നു എന്നാണ്. സ്തോത്രം. അറിയുന്നു എന്ന് ധാരാളം പ്രാവശ്യം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 28-ാം വാക്യത്തിൽ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് 39-ാമത്തെ വാക്യത്തിൽ ഈ അധ്യായം അവസാനിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ഉറച്ചിരിക്കുന്നു. ന്യൂ അഷുറൻസ്, ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവസ്നേഹം നൽകുന്ന ഒരു വലിയ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. എന്താണ് ആ ഉറപ്പ്? സ്തോത്രം. എന്താണ് ആ ഉറപ്പ്? ഉയരത്തിനാകട്ടെ, ആഴത്തിനാകട്ടെ, മറ്റു യാതൊരു സൃഷ്ടിക്കാകട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പുതിയ ഉറപ്പ്, ന്യൂ അഷുറൻസ്. ഞാനിവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ദിവസം നമ്മൾ ആ വാക്യം 8-ാം അധ്യായം 37-ാം വാക്യത്തിലേക്ക് പോകും. സ്തോത്രം. ഇത് ഈ ഇന്നത്തെ ഈ പഠനവും അടുത്ത ദിവസത്തെ പഠനവും 8-ാം അധ്യായം മാത്രം ആസ്പദമാക്കിയുള്ള ഒരു പഠനമായി നിങ്ങൾ കണക്കാക്കുക. സ്തോത്രം. നമ്മുടെ അറിവല്ല നമുക്ക് അത്യാവശ്യം. അറിവ് തലയിലിരിക്കും. ഉറപ്പ് വേണ്ടത് എവിടെയാ? ഹൃദയത്തിലേക്കാണ് ഉറപ്പ് വേണ്ടത്. സ്തോത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ഈ ഉറപ്പിലായിരിക്കണം നമ്മുടെ ജീവിതം. സ്തോത്രം. കേവലം അറിവിലായിരിക്കരുത്, ഉറപ്പിലായിരിക്കണം ഈ നമ്മുടെ ജീവിതം. എന്താണ്? അതെ, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നമുക്ക് നേരിടും. പല പൈശാചിക സ്വാധീനങ്ങൾ നമുക്കെതിരെ യുദ്ധം ചെയ്യും. എന്നാൽ കൃപ പ്രാപിച്ചവൻ വിളിച്ചു പറയണം, എനിക്ക് ചില അറിവുകൾ തലച്ചോറ് കിട്ടിയിട്ടുണ്ട്. ആ അറിവുകളുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു പുതിയ ഉറപ്പ് പ്രഖ്യാപിക്കുന്നു. ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടികൾക്കോ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഒരു പ്രഖ്യാപനത്തോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയിൽ നിന്ന് വിരമിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. പ്രിയ പിതാവേ, റോമാലേഖനം 8-ാം അധ്യായം ആസ്പദമാക്കി ഞങ്ങൾക്ക് ഇന്ന് പകൽ ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി ചില ചിന്തിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഇത് ഇവിടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു പഠനത്തിനും